ശ്രീ എ സമ്പത്ത്, ഒരൊറ്റ കൂടിക്കാഴ്ച, ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ സവിശേഷത നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ഇത് കേരള ഹൗസിലേക്ക് ധനമന്ത്രി എത്തി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. മുഖ്യമന്ത്രിയുമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മാത്രമല്ല, ഇതിന് തൊട്ടു മുൻപുള്ള ഗവർണറുമായി നിരന്തരം ഏറ്റുമുട്ടലിന്റെ പാതയിലായിരുന്നു സംസ്ഥാന സർക്കാരെങ്കിൽ ഇവിടെ ഗവർണറുടെ സാന്നിധ്യത്തിൽ, ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഒരു ചർച്ചയാണ്. ഈ ചർച്ചയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നമാകട്ടെ കേരളത്തിനോടുള്ള കേന്ദ്രത്തിന്റെ സമീപനത്തിൽ വരേണ്ട മാറ്റത്തെക്കുറിച്ചും. ഒരൊറ്റ കൂടിക്കാഴ്ചയിൽ ഉരുകി പോകുന്ന ഒരു മഞ്ഞുമലയായിരുന്നു കേന്ദ്രത്തിനും കേരളത്തിനും നടുവിൽ ഉണ്ടായിരുന്നത്. എന്ത് ശുഭപ്രതീക്ഷയാണ് ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് താങ്കൾ കാണുന്നത്? ഗോപികൃഷ്ണൻ, നമ്മള് ഇപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ഈ കാര്യങ്ങൾ, ഞാൻ അതിലെ സാമ്പത്തികമായ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മളൊരു ഫെഡറൽ രാഷ്ട്രമാണ്. അതിനെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത് ഫെഡറൽ എന്നോ ക്വാസി ഫെഡറൽ എന്നോ എങ്ങനെയൊക്കെ പഠിപ്പിക്കട്ടെ, നമ്മളെല്ലാം സ്കൂളിലൊക്കെ പഠിച്ചു വന്നതിന്റെ. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഭരണഘടനയുടെ ഭാഗം 5 പാർട്ട് 5 എന്നത് യൂണിയൻ എന്നതാണ്. സെൻട്രൽ ഗവൺമെന്റ് എന്നല്ല പറയുക. നമ്മുടെ എല്ലാം ഈ വർത്തമാനത്തിന്റെയും എഴുത്തിന്റെയും എല്ലാം ഒരു സൗകര്യത്തിന് വേണ്ടി നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നുവെങ്കിലും ഇറ്റ്സ് യൂണിയൻ ഗവൺമെന്റ്, പാർട്ട് 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. പാർട്ട് 6 എന്നുള്ളത്, പാർട്ട് 6 എന്നുള്ളത് ദ സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്, സംസ്ഥാനങ്ങൾ എന്നുള്ളതാണ്. എന്നാൽ ഭരണഘടന തുടങ്ങുന്നത് തന്നെ അനുച്ഛേദം 1, ഇന്ത്യയുടെ ഭരണഘടനയുടെ അനുച്ഛേദം 1 ആർട്ടിക്കിൾ 1 പറയുന്നത് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ സംസ്ഥാനങ്ങൾ ഒപ്പം യൂണിയൻ ഗവൺമെന്റും തമ്മിൽ തുടർച്ചയായിട്ടുള്ള വർത്തമാനങ്ങൾ, അതിന് ഇംഗ്ലീഷിൽ ഡിസ്കഷൻസ് എന്നോ ഡയലോഗ്സ് എന്നോ, പാർലമെന്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് ഡിബേറ്റ്സ് എന്നോ, ഓഫ് കോഴ്സ് അവിടെ ഈ എലിമെന്റ് ഓഫ് ഡിസെന്റ് എല്ലാം അവിടെ ഉണ്ടാവും, ഒക്കെ ശരിയാണ്. അതൊരു ജനാധിപത്യ പ്രക്രിയയിൽ അത് അനിവാര്യവുമാണ്. സ്വാഭാവികമായും ഇന്ത്യൻ യൂണിയനിൽ അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടേതായ ഒരു കൂട്ടുകെട്ടോ ഒരു മുന്നണിയോ അവരുടെ രാഷ്ട്രീയ നയസമീപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക നയങ്ങൾ അത് വിവിധ സംസ്ഥാനങ്ങളുടെ അവർ പിന്തുടരാൻ ആഗ്രഹിക്കുന്നതും അവരുടെ ശ്രീ ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലുള്ള അവരുടെ പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് പ്രയോറിറ്റീസ് വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ നമ്മുടെ പ്രയോറിറ്റി ആയിരിക്കണമെന്നില്ല UP-യുടെ പ്രയോറിറ്റി. ഒരു കടലോരത്തിന്റെ ഒരു മീറ്റർ പോലും ഇല്ലാത്ത എത്രയോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. അവരുടെ വിഷയങ്ങൾ മറ്റൊന്നാണ്. എന്നാൽ കേരളവും തമിഴ്നാടും അതുപോലെ തന്നെ ഈ കർണാടകം ഉൾപ്പെടെയുള്ള ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള പല ഈ തീരദേശ സംസ്ഥാനങ്ങളുടെ പ്രയോറിറ്റീസ് വ്യത്യസ്തമായിരിക്കും. മലയോര പ്രദേശങ്ങൾ ഉള്ളിടത്തുണ്ടാകുന്നതായിട്ടുള്ള ഈ പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ് എന്നുള്ളത്, അത്തരം വിഷയങ്ങൾ ചിലപ്പോൾ മധ്യപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനത്തിനോ രാജസ്ഥാൻ പോലുള്ള ഒരു സംസ്ഥാനത്തിനോ ഒക്കെ അവർ ഇത് ദുസ്വപ്നങ്ങളിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിന്റെ ഗവർണറും മുഖ്യമന്ത്രിയും ഇന്ത്യൻ യൂണിയന്റെ ധനകാര്യ മന്ത്രിയുമായി രാവിലെ അനൗപചാരികമായ ഒരു കൂടിക്കാഴ്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ക്ഷണമനുസരിച്ച് ശ്രീമതി നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിലെത്തി, ഗവർണർ ഉൾപ്പെടെ അവര് പ്രഭാത ഭക്ഷണം കഴിച്ച് അനൗപചാരികമായ ചർച്ച നടന്നു. അങ്ങനെ ഒരു ഡിസ്കഷൻ എന്തായാലും നടന്നു എന്നുള്ളത്. അത് സംബന്ധിച്ച് എന്താണ് നടന്നത് എന്നുള്ളതിനെ ഈ ധനകാര്യ മന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ ഗവർണറുടെ ഓഫീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാധ്യമങ്ങൾ നമ്മളോട് അത്തരം കാര്യങ്ങളെ പറ്റി പറയുന്നുവെങ്കിൽ ശരി, നമുക്കത് ചർച്ച ചെയ്യാം. ഔപചാരികമായ ചർച്ച എങ്ങനെയാണ് നടക്കുക? ഔപചാരികമായ ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ നിവേദനങ്ങൾ ഉണ്ടാകും, ചില റെപ്രസെന്റേഷൻസ് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ഞാനിത് പറയുമ്പോൾ ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി ആയിരിക്കുമ്പോൾ അന്ന് ഡോക്ടർ തോമസ് ഐസക്കിന് കേരളത്തിന്റെ ധനകാര്യമന്ത്രിക്ക് പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമതി നിർമ്മലാ സീതാരാമന്റെ ഓഫീസിൽ മറ്റ് 9 സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരോ റവന്യൂ മന്ത്രിമാരോ കൂടി പങ്കെടുത്തുകൊണ്ട് ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നു. ഇന്നിപ്പോ ഈ പ്രഭാത ഭക്ഷണം അവിടെ അത്തരത്തിൽ ഈ കാര്യത്തിൽ അത് നല്ല അന്തരീക്ഷത്തിൽ അവിടെ നടന്നു. ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഐസ് ബ്രേക്കിംഗ് എന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ ആയിക്കോളൂ, നല്ലത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി, ഗവർണർ തന്നെ കേരളത്തിലെ നമ്മുടെ പാർലമെന്റ് അംഗങ്ങളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ അത്താഴ വിരുന്നിന് ക്ഷണിച്ച്, അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട MP-മാർ അവർ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിലുള്ളവരാണ്. സ്വാഭാവികമായി ജനാധിപത്യ സംവിധാനത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയങ്ങളെല്ലാം ഉണ്ടാവും.
അതെല്ലാം ഉള്ളപ്പോഴും തങ്ങളുടെ നാടിന്റെ വികസനത്തിനായി ഒരുമിച്ച് നിൽക്കണമെന്ന് ഗവർണർ തന്നെ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കും അപ്പുറമായി അവർ അത്തരത്തിൽ പല കാര്യങ്ങളും ഏറ്റെടുക്കുന്നതിന് അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്യുകയുണ്ടായി. കേരള ഹൗസിൽ അത്തരത്തിൽ കൂടിയ ഒരു അദ്ദേഹവുമായി അത്താഴ വിരുന്നിൽ പങ്കെടുക്കുക, നമ്മുടെ ഈ MP-മാര് ഒക്കെ ഇത്തരം കാര്യങ്ങളിലല്ല, നമുക്ക് പരസ്പരം അറിയിക്കാൻ നമുക്ക് ചോദിക്കേണ്ടത്, നമുക്ക് അത്തരം കാര്യങ്ങളിൽ അത് ഇടതടവില്ലാതെ നമ്മൾ മുട്ടിക്കൊണ്ടിരുന്നാലേ കഴിയുള്ളൂ. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കേരളത്തിന് അർഹമായത് ലഭിക്കുക എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഒന്ന് ഭരണഘടനാദത്തമായി കേരളത്തിന് നൽകേണ്ടതായിട്ടുള്ള വിഹിതം. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ നമ്മുടെ ചില പ്രയോറിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ധനകാര്യ കമ്മീഷൻ അടക്കം ബോധ്യപ്പെടുത്തുക. ഒപ്പം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതായിട്ടുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത്, അതിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഷെയറിംഗ് ഓഫ് ഈ സ്റ്റേറ്റ് സെന്റർ ആ റേഷ്യോ നിങ്ങൾ പറയുമല്ലോ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ അതിന്റെ റേഷ്യോയും സ്റ്റേറ്റിന്റെ റേഷ്യോയും, ഇത് സ്റ്റേറ്റിന്റെ റേഷ്യോ വെട്ടിക്കുറയ്ക്കുകയും ഇവിടെ ഈ പദ്ധതികൾ എന്നുള്ളത് പ്ലാനുകൾക്ക് പകരമായി അവിടെ ഈ നേരത്തെ വരുന്നത് ഈ നമ്മള് പഞ്ചവത്സര പദ്ധതികളാണ്. അപ്പൊ ആ പദ്ധതികൾ എന്നുള്ളത് പ്ലാനിന് പകരം ഇപ്പൊ എന്താ വരുന്നത്, ഈ സ്കീമുകളും അതുപോലെ തന്നെ പ്രോഗ്രാമുകളുമാണ്. അത് സെൻട്രലൈസ് സ്പോൺസേഡ് പ്രോഗ്രാമുകളും സ്കീമുകളുമായി വരുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ അങ്കുരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നികുതി വിഹിതത്തിന്റെ ഷെയറിംഗ് ആണ്. രണ്ടാമത്തേത് എന്താണ്, ഭരണഘടന അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് വായ്പ എടുക്കാനുള്ള അധികാരത്തെ സംബന്ധിച്ചുള്ളതാണ്. മൂന്നാമത്തേത് എന്താണ്, ഈ ഭരണഘടനയിൽ തന്നെ പറയുന്നതായിട്ടുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ്സ് ആണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും അവർക്ക് ലഭിക്കുന്നത് അതിനാനുപാതികമായി കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളിതെല്ലാം നേടിയല്ലോ, നിങ്ങൾ ഈ വികസനം എല്ലാം ആയല്ലോ, ഇനി വേണ്ട എന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ താഴേക്ക് പോകണമെന്നാണോ? നമ്മൾ നേടിയ നേട്ടങ്ങൾ നിലനിർത്തുകയും മുന്നോട്ട് പോവുകയുമാണോ വേണ്ടത്? അതല്ല, നമ്മൾ പിന്നോട്ട് പോവുകയാണോ വേണ്ടത്? സാർവദേശീയമായിട്ടുള്ള പല അത്തരത്തിലുള്ള വേദികളിലും അത്തരത്തിലുള്ള ഡിസ്കഷൻസിൽ അത്തരത്തിൽ കോൺഫറൻസുകളിൽ നമ്മുടെ ഇന്ത്യയുടെ മന്ത്രിമാർ തന്നെ രാജ്യത്തിനകത്തും പുറത്തും അവർ പറയാറുള്ളത് കേരള മോഡലിനെ സംബന്ധിച്ചാണ്. ഞാൻ എത്രയോ തവണ ഇത് കേട്ടിട്ടുള്ളതാണ്, ഞാൻ സന്നിഹിതനായിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഇന്റർനാഷണൽ കോൺഫറൻസുകൾ അടക്കം നമ്മുടെ മന്ത്രിമാർ, യൂണിയൻ മന്ത്രിമാർ അടക്കം പറയാറുള്ളതും ഉദ്യോഗസ്ഥരടക്കം പറയാറുള്ളതും കേരള മോഡൽ എന്നുള്ള നിലയിൽ നമ്മൾ കേരള മോഡൽ അംഗീകരിക്കുന്നോ ഇല്ലയോ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഡിബേറ്റുകളും എല്ലാം നടക്കട്ടെ. പക്ഷെ അപ്പോഴും നാം പല രംഗങ്ങളിലും നേടിയിട്ടുള്ള നേട്ടങ്ങളുണ്ട്. അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ, പൊതുജനാരോഗ്യ രംഗത്തിന്റെ, സാമൂഹ്യ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഈ സ്ത്രീകളുടെ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ ഒക്കെ ഉള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിൽ നാം നേടിയിട്ടുള്ള നേട്ടങ്ങളിൽ നിന്ന് ഇനിയും മുന്നോട്ടാണ് പോകേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ അവിടെ വിഘാതം ഉണ്ടാകരുത്, വിഘ്നം ഉണ്ടാകരുത്. അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികമായ വിഭവങ്ങൾ നമുക്ക് നൽകേണ്ടത് നൽകണം. നമുക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ അത് അടയ്ക്കരുത്. നമുക്ക് ലഭ്യമാകേണ്ട ഞാൻ ചെറിയ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ മറ്റതിഥികളിലേക്ക് പോകാം. ഒന്ന്, കിഫ്ബി വായ്പയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഔട്ട് ഓഫ് ദ ബജറ്റ് ഈ കടമെടുപ്പ് എന്നത് സർക്കാരിൻ്റെ മൊത്തം കേന്ദ്ര കടമെടുപ്പ് പരിധിയിലേക്ക് കൊണ്ടുവരും. അത് ഭരണഘടനാനുസൃതമായി അങ്ങനെ തന്നെയാണ് ചെയ്യാൻ കഴിയുക എന്നത് കേന്ദ്രത്തിൻ്റെ നിലപാടാണ്. CAG റിപ്പോർട്ടിൽ അതാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ നിലപാട് ഇത്തരം കൂടിക്കാഴ്ചയിൽ മാറും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിലേക്ക് വരുന്നതിലെ കേന്ദ്രവിഹിതം കുറയ്ക്കുന്നതിന് അവർ പറയുന്ന ഒരു കാരണമുണ്ട്. മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് ഇത്തരം പദ്ധതികൾ താങ്കൾ പറഞ്ഞതുപോലെ നടപ്പാക്കി വിജയിച്ച ഒരു സംസ്ഥാനമാണ്. ഇങ്ങനെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭരണഘടനാനുസൃതമായ നിയമത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ ആശാ വർക്കർമാരുടെ കാര്യത്തിലാണെങ്കിൽ വിഹിതം നൽകിക്കഴിഞ്ഞു, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയില്ല എന്ന് കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, വയനാടിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ഫണ്ട് എന്തു ചെയ്തു, അതാദ്യം വിനിയോഗിക്കൂ എന്ന ന്യായം പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണന എന്ന് സർക്കാർ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് നിയമപരവും പിന്നെ യുക്തിഭദ്രവുമായ ഒരു വാദം അവർ മുന്നോട്ട് വെക്കുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പാകത്തിലുള്ള ഫലപ്രാപ്തി ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായി എന്നത് കേവലം ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ ഭാഗമായി മാത്രം നിൽക്കുമോ എന്നാണ് എൻ്റെ ആശങ്ക. എനിക്കൊന്ന് സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ശ്രീ എസ് അമ്മ, താങ്കൾ കേട്ടോ? ഞാൻ കേട്ടു. ഗോവിഷം പറഞ്ഞ ചോദ്യം ഞാൻ കേട്ടു. എന്റെ ഓഡിയോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, കേൾക്കാമല്ലോ? നമ്മളിപ്പോ ഇതില് ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിൽ അത്തരത്തിൽ പങ്കെടുത്തതായിട്ടുള്ള
മൂന്ന് ഓഫീസുകളാണല്ലോ. ഓഫീസ് ഓഫ് ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ, ഓഫീസ് ഓഫ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഓഫീസ് ഓഫ് ദ ഗവർണർ ഓഫ് കേരള. അവരുടെ ഓഫീസുകളിൽ നിന്ന് അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രസ് റിലീസ് നൽകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ല അവർ തന്നെ അനൗപചാരികമായി അത്തരത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അങ്ങനെയാണ് എങ്കിൽ എന്തൊക്കെയാണ് വർത്തമാനം പറഞ്ഞത് നമുക്ക് പറയാം. ഞാനിതിൽ പറഞ്ഞല്ലോ, നമ്മളൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് എന്നുള്ളത് എങ്ങനെയാണ് നടക്കുക. ഫോർമൽ ആയിട്ടുള്ള മീറ്റിംഗിലാണെങ്കിൽ അവരുടെ ഓഫീസിൽ പോയി കാണുകയും അത് സംബന്ധിച്ചുള്ള റെപ്രസെന്റേഷൻ നൽകുകയും അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും അതിന് മിനിറ്റ്സുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുകയാണ് ഉണ്ടാവുക. ഇന്ന് ഇത്തരത്തിൽ അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തും. നമ്മൾ പറയുമല്ലോ, ഇപ്പൊ ഞങ്ങളിപ്പോ ഇതിൽ പങ്കെടുക്കുന്നവർ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട 3 പേരുണ്ട്. എക്രോസ് എ കപ്പ് ഓഫ് ടീ ഞങ്ങളായിരുന്നാലും പലപ്പോഴും ഇരുന്ന് പല കാര്യങ്ങളും അത്തരത്തിൽ സൗഹൃദ സംഭാഷണങ്ങൾ ഉണ്ടാവും. ഈ കാര്യങ്ങളിൽ പറയാനുള്ള കാര്യങ്ങൾ അതില് നമ്മളൊരു ലെറ്റ് ബി എ ഹംബിൾ ബിഗിനിങ് ഓഫ് ദ ബിഗിനിങ് എന്നാണ് കരുതുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ അതിൽ സന്തോഷിക്കാൻ. പക്ഷെ ഈ ഒരു ചർച്ച കൊണ്ട് എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ നമ്മളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നല്ല. അങ്ങനെയാണ് എങ്കിൽ കേരളം സുപ്രീം കോടതിയിലെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ അത്തരത്തിൽ കേസ് നൽകിയത്, ആ ഹർജി അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളും CPIഎമ്മോട് രാഷ്ട്രീയ വിയോജിപ്പുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയിലേക്ക് നിരനിരയായി വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം യൂണിയൻ ഗവൺമെന്റും സംസ്ഥാനങ്ങളും തമ്മിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. അത് സാമ്പത്തികമായ വിഷയങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭരണപരമായ വിഷയങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ തുടരെയുള്ള ചർച്ചകളിലേ നടക്കുകയുള്ളൂ. ഇപ്പൊ കേരളത്തിന് നൽകി എന്ന് ഇന്ത്യ ഗവൺമെന്റ് പറയുന്നതും എന്നാൽ അങ്ങനെ ലഭിച്ചിട്ടില്ല എന്ന് കേരളത്തിന്റെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും ഒടുവിൽ തന്നെ അവർ പറഞ്ഞത് നിയമസഭയിൽ നൽകിയിട്ടുള്ള മറുപടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ചർച്ചകളിൽ കൂടിയല്ലേ ഇത് പരിഹരിക്കാനായി ശരി. എനിവേ, താങ്കൾ പറഞ്ഞതുപോലെ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് എ പോസിറ്റീവ് ജെസ്റ്റർ, അങ്ങനെ നമുക്ക് എടുക്കാം.